പൊന്നു എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഫുഡ് ഉണ്ടാക്കാൻ പോവുകയാണ് ഗൈസ്. അതാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പൊന്നു ഉണ്ടാക്കാൻ ട്രൈ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, എന്താണ് പൊന്നു? ഗൈസ് ഇതൊന്നും എങ്ങും വരാൻ പോകുന്നില്ല. ഈ വീഡിയോ വന്നിരിക്കും. നിങ്ങൾക്ക് അറിയണ്ടേ ഇത് എന്താ ഇവിടെ ട്രൈ ചെയ്യാം, ഇതെന്താ സംഭവം, എന്താണിത്? പൊന്നു പറയൂ. ഇവിടെ എനിക്ക് തന്നെ അറിയത്തില്ല. എനിക്ക് ബോറടിക്കുന്നത്, നീ എന്തൊക്കെയോ ചെയ്യുന്നു, അപ്പൊ ഞാൻ എന്തെങ്കിലും ചെയ്യാതെ തന്നെ ഇട്ടിട്ട് പോയി ഗൈസ്. അപ്പൊ ഞാൻ വിചാരിച്ചു കൂടുതലല്ലേ, എങ്ങോട്ടാണ് കൊറേ ഇതുപോലും അറിയത്തില്ല. ഇവിടെ ഒരു വെള്ളം ചൂടാക്കാൻ വെക്കുന്നതാണ്. ഓക്കെ, പാത്രം ചൂടാക്കാൻ നീ വെച്ചിട്ട് പോയാലേ. നീയോ പറ, എന്താ ചെയ്യാൻ പോകുന്നതെന്നൊന്ന് പറയോ? പിന്നാണ് എനിക്കറിയില്ല ഞാൻ എന്താ ചെയ്യാ. എന്താ ഡാർക്ക് ചോക്ലേറ്റ് എടുത്തൊരു കുഞ്ഞു വെസലിൽ പാത്രത്തിൽ ഞാൻ ചെയ്യാൻ ഉദ്ദേശിച്ചൊന്നും ഉണ്ടായില്ല. ഇവൻ ഒരു ഡാർക്ക് ചോക്ലേറ്റ്, ഈ ചോക്ലേറ്റ് എടുത്തിട്ട് ഇതിലിട്ടിരിക്കുന്നു. നമ്മൾ ബാക്കി ചോക്ലേറ്റ് ഒക്കെ നീമാര് തിന്ന് തീർത്താ അത് കളഞ്ഞ? എനിക്കറിയില്ലേ, അതിനകത്തില്ല. ആ പാറുവാന്ന് തോന്നുന്നു. പിന്നെ കൂടെ കിട്ടിയാലും തിന്നു. അതും പിന്നെ കുറെ ചോക്കോസും ഇതും ഡാർക്ക് ചോക്ലേറ്റും എടുത്തിട്ട് ഇവള് ഇതിലിട്ടിട്ടുണ്ട്. ഓ, ഐ തിങ്ക് ഇതെല്ലാം മെൽറ്റ് ചെയ്യാനാണ് കവി ഉദ്ദേശിക്കുന്നതെന്ന് തോന്നുന്നു. ഒന്ന് നിർത്തിയിട്ട് പോവോ? കോൺസെൻട്രേഷൻ തെറ്റുന്നു. ഇത് മെൽറ്റ് ആവുമ്പോ ഞാൻ തിരിച്ചു വരാവേ. എടാ, ഈ ഐഡിയ ഒക്കെ നിനക്ക് ആരാ പറഞ്ഞു തന്നത്? ഇൻസ്റ്റാഗ്രാമില് ഇടയ്ക്ക് സ്ക്രോൾ ചെയ്യുമ്പോ കാണണം. ഓക്കെ, പക്ഷെ ഇത് ഫ്ലോപ്പ് ആവൂല, കാരണം ചോക്കോസ് ഒരിക്കലും മെൽറ്റ് ചെയ്യാൻ പറ്റില്ല തോന്നുന്നു. ചോക്കോസ് ഓ എടി, ഇത്ര ബുദ്ധിയൊക്കെ നിനക്കുണ്ട്. നീ കാണുന്നല്ലേ എന്റെ തല. ഞാൻ അങ്ങനെ കുക്കൊന്നും ചെയ്യത്തില്ല. ഇതൊരു ഫ്ലോപ്പ് ആയിരിക്കും. പണ്ട് ഒരിട്ട് കിച്ചണിൽ കയറി പൊട്ടിത്തെറിച്ച ശേഷം അമ്മ കയറ്റത്തില്ല. ഈ വീട്ടിൽ ആരൊന്നും പറയാത്തോണ്ട് ഞാൻ ഈ ബ്രെഡ് അവൾ എത്ര വൃത്തി, എത്ര ഭംഗി എസ്തറ്റിക് ആയിട്ട് മുറിച്ച് വെച്ചത് നോക്ക് നിങ്ങൾ. എന്ത് ഭംഗിയാണ് ഈ ബ്രെഡ് ഇരിക്കുന്നത്. കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നുന്നു. അവർക്ക് കണ്ണുപൊട്ടന്മാരൊന്നും അല്ല, ക്യാമറ കൂടി കാണുന്നില്ല. വെള്ളം കേറി ഇങ്ങനെ കോരി കളയും വെള്ളത്തിന്. നമുക്ക് ബ്രെഡും ചാവും കഴിച്ചാലോ? അപ്പൊ ശരിയാക്കി തരല്ല, ഞാൻ ശരിയാക്കി തരാം. ചൂടായോ? ഓ ഷിറ്റ്, കണ്ണാടിയിൽ ഓ എന്നെ തന്നെ. പിടിക്കാൻ പറ്റില്ല, അതാണ് പ്രശ്നം. ഇത് കുറച്ച് ടൈം കൺസ്യൂം ആയതുകൊണ്ട് മെൽറ്റ് ചെയ്യുന്ന ഞാൻ കണ്ടിട്ടില്ല. ഇപ്പോൾ ഷെഫ് പൊന്നുവാവ വേറെ എന്തോ ഐഡിയ പ്രയോഗിക്കാൻ പോവുകയാണ്. പ്രോ ആണ് നീ. പക്ഷെ ഗ്ലാസ് അതിൽ വെക്കാൻ പാടുമോ? ഗ്ലാസ് വെക്കാൻ പറ്റൂല, അല്ലാണ്ട് വേണ്ടി വരും. ഓ, എന്നാ അതൊന്ന് കഴുകിക്കളെ. ഇട്ടോക്കട്ടെ, ഒന്ന് ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തോ. വാഷ് ചെയ്തിന്. ഓക്കെ, അപ്പോൾ കുഴപ്പമില്ല. അപ്പോൾ ഓക്കെ, മതി. ചൂടുണ്ടായിരുന്നു ഇതിനകത്തിട്ട് അങ്ങനെ ശരിയാവോ? ഇട്ടോ പക്ഷെ അത് അത് ഒട്ടിപ്പോവോ? കുറച്ച് ഓയിൽ ഇടണോ? ഓയിലോ ചോക്ലേറ്റിലോ? ഐ മീൻ പറ്റി കിടക്കാണ്ടിരിക്കാൻ. പാറു രക്ഷപ്പെട്ടു. അവസ്ഥ തിന്നരുത്. ലാസ്റ്റ് അങ്ങാട് തിന്നായി ഞാൻ ഉണ്ടാക്കുന്ന സാധനം കൊല്ലിട. സീരിയസ് മൂഡാണല്ലോ. രാവിലെ ഷൂട്ട് ചെയ്തതിന് ശേഷം ആ മാല പോലും ഊരിയിട്ടില്ല അല്ലേ?
ശരിയാ, മടിയായിട്ടാ, വേറൊന്നും കൊണ്ടല്ല. അത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയിരിക്കുന്നു. പൊന്നിനൊരു കാര്യം അറിയോ? കിച്ചൺ ക്ലീനിങ് ഈസ് എ പാർട്ട് ഓഫ് കുക്കിംഗ്. അയ്യോ, പാത്രങ്ങളൊക്കെ നീ കഴുകണ്ടി. കഴിഞ്ഞ ആഴ്ച അവിടെ തൊട്ട് അവിടെ ക്ലീൻ ചെയ്ത് അതിനോടാണ് പറയുന്നത്. ക്ലീനിങ് ഒക്കെ എനിക്ക് പുല്ല പോലെ ചെയ്തു. ഈ വീട്ടിലത്തെ പ്രൊഫഷണൽ ക്ലീനർ ആണ് ഗൈസ്. അല്ല, അത് പാറു. എനിക്കങ്ങനെ പറയാതെ ചെയ്യണമെന്ന് അറിയത്തില്ല. പാറുവോ റിയോ ചെയ്യുമ്പോൾ കൂടെ പോയി ചെയ്യാൻ എനിക്കറിയത്തുള്ളൂ. പക്ഷെ സൂപ്പറായിട്ട് ക്ലീൻ ചെയ്യും ഗൈസ് പൊന്നു ബാവ. കുക്കിംഗ് ഒക്കെ കണ്ടിട്ട് ആർക്കെങ്കിലും അപ്രോച്ച് ചെയ്യണമെങ്കിൽ അപ്രോച്ച് ചെയ്യാം. കുറെ നാളായിട്ട് ഞാൻ എല്ലാ വൈദ്യുതിയിലെ ഇന്റർവ്യൂസിലും സ്റ്റോറിയിലും റീൽസിലും ഒക്കെ പറയുന്ന സിംഗിളാണ്. ആരും മൈൻഡ് ചെയ്യുന്നില്ല. സിംഗിൾ മാത്രല്ല, ഈവൻ എന്തോ സിംഗിൾ ആണെങ്കിൽ കൂടെ ഇവളൊരു സകലകല വല്ലഭയാണ്. നോക്കൂ, കുക്ക് ചെയ്യുന്നു, ഡാൻസ് കളിക്കുന്നു, പ്രോ ആണ്. പാട്ടൊക്കെ പാടും. ആ, പാട്ട് പാടും ഗൈസ്. എൻ്റെ മോളെ, അത് ഒരു ഒന്നൊന്നര പാട്ടാണ് ഗൈസ്. ഇതിന്റെ അപ്പുറം ദേവറിയൊക്കെ ഒരു കഴിവ് കൊടുത്തിട്ടുണ്ട്. അതെന്താ? ഇന്നലത്തെ ശ്രീവുമായി എന്നാലും ഈ പാല് ഇത് മൊത്തം തിന്നു നിർത്തല്ലോ റിയ. എനിക്കത് വിശ്വസിക്കാൻ പറ്റില്ല. ആ ചോക്ലേറ്റ് നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെന്ന് പറഞ്ഞാൽ നമ്മൾ തിരിച്ചു വെച്ച് ഓർക്കുന്നുണ്ടാവും. ആ ഫുൾ പാക്കറ്റ് നമ്മൾ തിന്നു നിർത്തി. ഡാർക്ക് ചോക്ലേറ്റാ? ആടി, ഉറപ്പാണ് തിന്നു നിർത്തി. ആടി, ഞാൻ കഴിഞ്ഞ ആഴ്ച കൂടി അവള് വരുന്നതിന് മുന്നേ അതിനകത്ത് ഉണ്ടായിരുന്ന സാധനം. പാറുവിന് പഠിക്കാൻ നേരത്തൊരു പ്രശ്നമുണ്ട് ഗൈസ്. അവൾക്ക് ഭയങ്കര വിശപ്പാ. പഠിക്കണമെന്നൊന്നുമില്ല, അവൾക്ക് ചോക്ലേറ്റ് എവിടെ കണ്ടാലും അവള് തിന്നും. നമ്മളെപ്പോലെ തന്നെ. പക്ഷെ നമ്മൾ പിന്നെ ഇത്തിരി നല്ലത് നോക്കിയെങ്കിലും തിന്നും. എന്തോ ആയുധങ്ങളൊക്കെ ഇവൾ കയ്യിലെടുക്കുന്നുണ്ട്. ഇതൊക്കെ ഞാനേ മറ്റേ കാർട്ടൂണില് കാണാറുണ്ട്. എന്ത്? ബാറ്റ് ചെയ്യുന്നതാ? ഇങ്ങനെ ആക്കുന്നു. ഓ, ബാറ്ററൊക്കെ ഇപ്പൊ സെറ്റ് ആക്കും. അതെന്തിനാ ബാറ്റർ നീ കേക്ക് ഉണ്ടാക്കുന്ന? ഇതെല്ലാം കൂടി ഇട്ട് മിക്സ് ചെയ്യാൻ. ഒരു കാര്യം ചോദിക്കട്ടെ. ഓക്കെ ഓക്കെ, മനസ്സിലായി. എടി, ഇത് കട്ടിയായി പോടി ഇപ്പോ. അതിങ്ങനെ കെട്ടിയാ കുറച്ച് വെയിറ്റ് ചെയ്യുമ്പോൾ ഇത് കാണുമ്പോ തന്നെ എടുത്ത് അടിപൊളിയല്ലേ? ഞാൻ തരുന്നെങ്കിൽ തിന്നാ മതി. എല്ലാരും ഈ വീട്ടിൽ ഞാൻ തരുന്ന തിന്നാ മതി. ഞാൻ തരും, നിങ്ങൾ തിന്നും. ഇടയ്ക്കിടയ്ക്ക് മറന്നു വന്നു. കൂട്ടുന്ന ഇങ്ങോട്ടാണോ ഇങ്ങോട്ടാണോ മറന്നു വന്നു. അധികം കുടിക്കണ്ട, വെള്ളം വീഴും. ഫലക്ക് തക്ക് ചൽ 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 ചൽ. നാണമോട് നാണം, നാണമണി നാണം, നാണം നാണം. സംഗതി എങ്ങനെയാ പൊന്നു പാടുക? എനിക്കറിയില്ല. ട്രൈ. എനിക്കറിയില്ല. ബാക്കിയല്ല അറിയാലേ. നിങ്ങൾ ആരും പേടിക്കണ്ട, ഇതാണ് യഥാർത്ഥ പൊന്നുവാവന്റെ സ്വഭാവം. ഇത് ഞാൻ ഇടുന്നില്ലല്ലോ. ഇടുമല്ലോ, ഇടുമല്ലോ, ഇട്ടിരിക്കും. എടി, നിനക്ക് എന്താ അറിയാ? നീ എന്റെ സ്കില്ല് മാത്രം എടുക്കാനല്ലേ നിൽക്കുന്നത്. എന്റെ സ്കില്ലില്ലായ്മ എടുക്കാനല്ല നിൽക്കുന്നത്. ഇതെന്തിനാ വെള്ളം കളയുന്നത്? വെള്ളം കുടിപ്പോയി, വെള്ളം കയറി. കാക്കിരി നാട്ടിൽ സൂര്യനില്ല. നിർത്തിപ്പോടി, നിർത്തടി, നിർത്തടി.
ചിലവർക്ക് ശരിയാവും, ചിലവർക്ക് ശരി. എനിക്ക് പൊതുവെ ഒന്നും ശരിയാവാറില്ല. യെസ്, റെസ്ക്യൂഡ്. ചോക്കോസിനൊക്കെ ഒന്ന് നമ്മൾ ജ്യൂസി ചോക്കോസ് ആക്കി മാറ്റണം. ഇപ്പോൾ നമ്മൾ ഈ പരിപാടി തുടങ്ങിയിട്ട് ഏകദേശം അരമണിക്കൂറായി. ഒരു ബ്രെഡും ജാമും കഴിക്കാനാണ് ഞാൻ 2 മണിക്കൂർ വെയിറ്റ് ചെയ്യേണ്ട പോലെയാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. ബൈ ദ വേ, ഇതാണ് നമ്മുടെ ഇന്നത്തെ ഡിന്നർ. അരെ വാവാ, താങ്കൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? അതൊന്ന് പറയോ, എന്താ ഉദ്ദേശിക്കുന്നത് എന്ന് പറയോ? ആക്ച്വലി എനിക്ക് അറിയത്തില്ല, സത്യം പറഞ്ഞാൽ എനിക്ക് അറിയത്തില്ല. മെൽറ്റ് ചെയ്യാൻ മാത്രമേ ഞാൻ നമ്മൾ ഈ ഡിഷിന് എന്താ പേരിടാൻ പോകുന്നത്? പൊന്നുവാവ ഡിഷ്. ഓ, ഞാൻ ബേക്കർ ചെയ്ത് നോക്കിയാലോ? എടി, ഇതെല്ലാം നിന്നെ കൊണ്ട് ഞാൻ കഴുകിപ്പിക്കട്ടോ? ആടി, ഞാൻ കഴുകുത്തോ? കഴുകുവോ? ആ, അമ്മ അതൊന്ന് കാണിച്ചേ. ഞാൻ കഴുകൂടി. ഓക്കെ. എനിക്ക് ടോം ആൻഡ് ജെറിയിലത്തെ പോലെ ചെയ്യണോ? എന്ത്? ഇങ്ങനെ. നിനക്കെത്ര വയസ്സായടി? 22. അച്ഛടാ, 22 വയസ്സായ കുട്ടിയാണ് ഗൈസ്. കഷ്ടപ്പാടാണല്ലോ. തളർന്നു പോയോ? കുറേ മെൽറ്റ് ആക്കാനുണ്ട്. പാവം 1/2 മണിക്കൂറായിട്ട് ട്രൈ ചെയ്യണം ഗൈസ്. ബ്രെഡ് നോക്കണേ, ഈ ബ്രെഡ് എനിക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇങ്ങനെ ആരെങ്കിലും ഇത്ര ക്ലീൻ ആയിട്ട് ഇത്ര കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് നോക്കണേ. എന്ത് ഭംഗിയാ കാണാൻ. കത്തി. ചിക്കൻ അല്ല ഇത്. ഇത്രയേ ഉള്ളൂ കാര്യം ചേച്ചി. അതറിയില്ല. എനിക്ക് എന്താ പറയുക, എനിക്ക് ഇത് ഇഷ്ടമല്ല. ഓക്കെ ഓക്കെ. അതിന്റെ ടേസ്റ്റ് എനിക്ക് ഇഷ്ടമല്ല, അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ആദ്യം കത്തി കൊണ്ടൊക്കെയായിരുന്നു. കത്തിന്റെ ആവശ്യമില്ലാന്ന് എനിക്ക് പിന്നെ മനസ്സിലായി. ഓക്കെ. ആൾക്കാർ നിന്റെ ഫേസ് ഒന്ന് കണ്ടോട്ടെ, കുറെ നേരമായി മുടി. അവരെന്നെ കൊറേ കണ്ടിന്. ഷൂ എന്ത് ഭംഗിയാ കാണാൻ. എന്തിനാ ഇവിടെ ഇരിക്കുന്നത്? ഇത് പൊന്നുവാവാസ് ഡിഷ്. പൊന്നുവാവാസ് സ്പെഷ്യൽ ഡിഷ് ഓഫ് ദ ഡേ. ഇത്രയും പ്രൊഫഷണൽ ആയിട്ട് നമ്മൾ ഒരു കുക്കിംഗ് ചാനൽ പോലും കണ്ടിട്ടില്ല. ഇങ്ങനെ നല്ല ഷേപ്പല്ല. എന്തൊരു കൈപ്പുണ്യാ നോക്ക്. അതിനോ ആരും ഇത് കണ്ടെന്നെ കണ്ണ് വെക്കാതിരുന്നാൽ മതിയാണ്. കഴിഞ്ഞ പ്രാവശ്യം എല്ലാവരും എന്നെ കണ്ണ് വെച്ചേ. എന്തിനടി? എൻ്റെ വ്ളോഗ് കണ്ടിട്ട്. ആണോ? ഇത് വെച്ചിട്ട് എന്തായാലും ഒരു കണ്ണ് വെക്കുന്ന എനിക്ക് തോന്നുന്നത്. അങ്ങനെ എനിക്ക് പനിയായത്. ഇത് കാരണം ഇനി എനിക്ക് എൻ്റെ കുക്കിംഗ് സ്കില്ല് വീണ്ടും എടുക്കാൻ പറ്റൂല. അല്ല, എന്തിനാ ഇതിങ്ങനെ എടുത്തോണ്ടിരിക്കുന്നത്? എല്ലാ വ്ളോഗിലും ഇങ്ങനെ മൊത്തം ഒന്നും വേണ്ട. ആണോ? പക്ഷെ ഇതെല്ലാം ഭയങ്കര എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള കണ്ടന്റ് ആണ് നീ ഇപ്പൊ നമുക്കിവിടെ തന്നോണ്ടിരിക്കുന്നത്. ഇവന്മാര് കൊള്ളത്തില്ല. ആണോ? അതിനെന്ത് പറ്റിയ? കുറച്ച് പീഡിപ്പിച്ച പോലെ. അയ്യോ, നീ എന്നല്ലേ ആക്കി വെച്ചത്. എടി, ഇത്രയൊന്നും കളയല്ലടി. എടിയാ നിനക്ക് തരാൻ തിന്നാൻ പോലെ. ശരിയാ. ഇതെല്ലാം നമ്മൾ ഇങ്ങനെ ഇനി എന്താ ചെയ്യാൻ ഉദ്ദേശിക്കുന്നൊന്ന് പറയുമോ? നമുക്കത് കഴിഞ്ഞിട്ട്. എനിക്കറിയില്ല. അറിയില്ല. ഞാൻ നിമിഷ കവിയാ. ആണോ? ഓക്കെ. പക്ഷെ നിന്റെ അമ്മ ഒരു അടിപൊളി കുക്കാണ്. ഓരോരോ ശതമാനെങ്കിലും. ഞാൻ ഭയങ്കര കുക്കാ.
അതിപ്പോൾ എല്ലാവർക്കും മനസ്സിലാവില്ലേ ശരിയായ കുക്കാട്. ഇത് ശരിയായില്ല. അയ്യോ എടി അവസാനം തിന്നാൻ എന്തെങ്കിലും ഉണ്ടാവുമോ? ഇത്രയും ശരിയായില്ലേ? ആ ഇത് കുഴപ്പമില്ല. നമുക്ക് കാണിക്കട്ടെ ഫുഡ് വേസ്റ്റ് എന്നും പറഞ്ഞിട്ട് കമന്റ് ബോക്സിൽ പിന്നെ ഇല്ല, ഇതെല്ലാം ഓക്കെ ഒന്നും വേസ്റ്റ് ചെയ്യൂല. ഇത് കഴിഞ്ഞിട്ട് വരാം അല്ലേ? നമ്മൾ 2 ചോക്കോസ് വെച്ചു. എന്നിട്ട് നമ്മളത് വേറൊരു ബ്രെഡ് എടുത്തിട്ട് നമ്മളിങ്ങനെ ഫില്ല് ചെയ്ത് അടച്ചു വെച്ചു. എന്നിട്ട് അല്ല കൈ കൊണ്ട് വേണം നമ്മൾ ചെയ്യാൻ, എന്നാലത് ശരിയാവും. അത് നമ്മളിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കണം. ഇനി ഇത് ചൂടുവെള്ളത്തിലൊന്നും ഇടൂലായിരിക്കും. ആ നമ്മൾ ഒരു പാനിൽ നമ്മൾ തന്നെ ആക്ച്വലി ഇവൾ ഉദ്ദേശിച്ചത് ഗീ ആയിരുന്നു. ബട്ട് ഇവിടെ ഗീ തീർന്നുകൊണ്ട് ഓയിലാണ് ഇവള് പറയടിയത്. ഓയിലാണ് ഇട്ടോണ്ടിരിക്കുന്നത്. ആ ഗീ തീർത്തു പോയി. അല്ലെങ്കിൽ സൂപ്പർ ആകാന്. ഈ ഡിഷിന് എന്തെങ്കിലും പറ്റിയാൽ അത് ഇത് കാരണം. പൊന്നുവാവ ഡിഷിൽ ആക്ച്വലി ഓയിലാണ് ഗീ ആണ് വരുന്നത്. സ്പെഷ്യൽ ഡിഷാണ്. ഓക്കെ പൊട്ടിത്തെറിച്ചായിരുന്നു. അയ്യോ കണ്ടോ ഒരു മണമൊക്കെ വരുന്നത്. അത് ചിലപ്പോൾ എനിക്കറിയില്ല. ഇത് എനിക്ക് എന്താ പറയുക ഇങ്ങനെ ആയിട്ടുണ്ടായി. ഇവിടെ ഇങ്ങനെ ഇത് എണ്ണ ഉള്ളതുകൊണ്ടായിരിക്കും. ഓക്കെ എടി തുടക്കട്ടെ. ഈ ഓരോ ഒറ്റ എണ്ണത്തിന് ഓരോന്നോരോന്ന് വെയിറ്റ് ചെയ്യണോ നമ്മള്? അല്ല, വെക്കണം. ഓക്കെ ഓക്കെ ഓക്കെ. ഇത് ഊരി വരുന്ന ഗീ ഇല്ലാത്തോണ്ട് ആണോ? എണ്ണ ഇട്ട് ഇങ്ങനെ അടച്ചു വെച്ചാലോ? സൈഡിലൊക്കെ നമ്മളിങ്ങനെ എണ്ണയാക്കി കൊടുക്കണം. അതിങ്ങനെ കുറച്ച് ചൂടായി വരുമ്പോൾ നമ്മൾ അത് തിരിച്ചിടണം അല്ലേ? നമുക്ക് ഈ 2 എണ്ണത്തിൽ നിർത്തിയാലോ? അതിലൊരു എന്താ അഭിപ്രായം? പൊണ്ണുവാവസ് ഡിഷ് അതിഗംഭീരമായി ഇവിടെ ചൂടായിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ മോനെ ഫ്രെയിം കുറച്ച് കുറയ്ക്കണോ? ഒരു ഭാഗം ഈ ഒരു പരുവത്തിൽ കരിയുമ്പോൾ നമ്മൾ അതിൽ നിന്ന് മാറ്റണം. ഓക്കെ, ഇവിടെ ഇപ്പോൾ ഈ 2 കാണിച്ചു തരും. ബാക്കി നിങ്ങൾ വീട്ടിലുണ്ടാക്കണം. ഇതിന് അടിപൊളി ടേസ്റ്റാണ്. നമ്മൾ ഇത് വേറെയാണ്. ഓക്കെ അതെടുത്തു. ഓക്കെ, അവൾ ആദ്യം ഉണ്ടാക്കിയ ആ ബാറ്റർ ഇതിലോട്ട് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അതിൻ്റെ മേലത്തെ ഒരു ടോപ്പിംഗ് ആയിട്ടായിരിക്കും ഇത് വരുന്നത്. എൻ്റെ മോനെ കാണുമ്പോൾ തന്നെ യമ്മി ആയിട്ട് തോന്നുന്നുണ്ട് എനിക്ക്. പൊന്നുവാവേൻ്റെ വേറൊരു കഴിവും കൂടെ ഇപ്പോൾ ഓഡിയൻസ് കാണും. എക്സ്ട്രീംലി ടാലൻറ്റഡ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ് ഗൈസ് ഇവള്. ഓക്കെ, ആ ടോപ്പിങ്ങിൻ്റെ മേലോട്ട് അല്ല അതിൻ്റെ മേലോട്ട് ഇവള് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നു. ഇപ്പോൾ ഈ ഡിഷ് റെഡി ആയോ? ഓൾമോസ്റ്റ്. ഓക്കെ, ഓൾമോസ്റ്റ് ഡിഷ് റെഡി ആയിരിക്കുന്നു. ലാസ്റ്റ് സ്റ്റേജിലാണ് ഇപ്പം ഉള്ളത്. ഇനി ഒരു ബൈറ്റ് എടുത്ത് നോക്കാം. എന്നെ കൊണ്ട് തന്നെ കഴിപ്പിക്കണം. എങ്ങനെയുണ്ട്? ഓക്കെ, ഞാൻ കഴിക്കാൻ പോവുകയാണ് ഗൈസ്. അമ്മേ
ബുക്ക് ചെയ്തോ? ഓ ആംബുലൻസിന്റെ ആവശ്യം വരില്ല, അമ്മയ്ക്ക് കുറെ മരുന്നെല്ലാം ഉണ്ട് കയ്യിൽ. ബിസ്ക്കറ്റ് പോലെ ഉണ്ട്. ഡാർക്ക് ഫാന്റസി മാറി നിൽക്കും. വാവ്, താങ്ക് യു. സാധനം ടേസ്റ്റ് ഒക്കെ ഉണ്ട് കേട്ടോ. സാധനം ഇത് നല്ല ടേസ്റ്റ് ഉണ്ട്, പക്ഷെ സമയം മാത്രം 5 മിനിറ്റിൽ തീർത്തു ഗൈസ്. എന്താ തിന്നുന്നത്? ഞാൻ പറഞ്ഞേ, ഞാൻ ഉണ്ടാക്കുന്ന സാധനം തൊട്ട് പോയിരുന്നത്. ഞാൻ വെച്ചിട്ടില്ല. ആ, എന്താ അഭിപ്രായം? അമ്മയെ പറയൂ അത്. സൂപ്പർ. ഇതിനകത്ത് എന്താ മോളെ? അയ്യോ, അതൊരു വലിയ കഥയാ. ചോക്കോസ് മെൽറ്റ് ചെയ്തിട്ട് പിന്നെ ചോക്കോസ് അതിൻ്റെ ഉള്ളിൽ വെച്ച് ബ്രെഡ് ചൂടാക്കിയിട്ട് അതിന്റെ പുറത്ത് കോട്ടിങ് ആയിട്ട് ആ മെൽറ്റിങ് ആഡ് ചെയ്തിട്ട് അകത്ത് വെച്ചാണ്. എന്ത് എന്തോ നല്ല രസമുണ്ട്. ആണോ? നീ കഴിച്ചു നോക്ക് എന്നിട്ട് പറയാം. ഞാൻ കഴിച്ചു. ടേസ്റ്റ് ഒക്കെ ഉണ്ട് സംഭവം. പിന്നെ പക്ഷെ ഇത് ഉണ്ടാക്കിയത് അമ്മ കാണണം. ഈ 2 എണ്ണം ഉണ്ടാക്കാൻ ഇപ്പൊ അമ്മ കഴിച്ചതും ഞാൻ കഴിച്ചതും ഉണ്ടാക്കാൻ 1 മണിക്കൂറായി. ചെറിയ കൈപ്പുണ്യുണ്ട്. എന്റെ അച്ഛനും അമ്മയും ചേട്ടനും ഒക്കെ ഫുഡ് ഉണ്ടാക്കും. അപ്പൊ എനിക്ക് അറിയാമായിരുന്നു എവിടെയെങ്കിലും ഒരു ഇത്തിരിയൊക്കെ ഇതൊന്നും ഉണ്ടാക്കില്ല, അത് ഉണ്ടാക്കണം. ഇത്രേ ഉള്ളൂ. പറ. ഇത്രയും നേരം ഈ വീഡിയോ എന്നെ പ്രലോഭിപ്പിച്ച് നിർബന്ധിച്ചെടുത്തെങ്കിലും കണ്ടോണ്ടിരുന്നു നിങ്ങളെ ഞാൻ സമ്മതിക്കുന്നു. ഇത് കുട്ടികളൊന്നും വീട്ടിൽ ട്രൈ ചെയ്ത് ഒരിക്കലും ഇത് ട്രൈ ചെയ്യരുത്. സ്റ്റിൽ ഇത് നല്ല ടേസ്റ്റാണ്. അത് എന്നെ പോലെ തലതിരിഞ്ഞ് 22 വയസ്സ് പ്രായമുള്ള കുട്ടികൾക്കൊക്കെ ഇത് ട്രൈ ചെയ്യാം. 22 പ്രായമുള്ള പിള്ളേർക്ക് വേണ്ടി മാത്രമുള്ള റെസിപ്പി. 22 മേലോട്ട് 26 വരെ പൊക്കും. പിന്നെ കുട്ടികൾക്ക് ബുദ്ധിയുണ്ടല്ലോ. അപ്പൊ ഓക്കെ, ബൈ പറ. എല്ലാവരും ഇവളുടെ ചാനൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇവള് ഇങ്ങനത്തെ അടിപൊളി വീഡിയോസ് ഇനിയും വരുന്നതായിരിക്കും. Till then, take care. Good night. Bye.